നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ CPM വസ്തുതകൾ മറച്ചുവെക്കുന്നുവെന്ന് CPI. ശബരിമല സ്വർണ്ണാക്കുള്ള തോൽവിക്ക് കാരണമായെന്നും ഇതിൽ കൃത്യമായ വിലയിരുത്തൽ വേണമെന്നും CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനമുയർന്നു. ഭരണവിരുദ്ധ വികാരവും പത്മകുമാറിനെ സംരക്ഷിച്ച് തിരിച്ചടിച്ചുവെന്നും CPI വിമർശിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി പരിശോധിച്ചെന്നും അപ്രതീക്ഷിത പരാജയവും പരിഹാര നടപടികളുമാണ് നേതൃത്വ യോഗം ചെയ്തതെന്നും CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശരിയായ ദിശാബോധത്തോടെ വിലയിരുത്തലുമായി മുന്നോട്ട് പോകുമെന്നും വോട്ടിംഗ് കണക്ക് നോക്കിയാൽ 60 നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ ലീഡുണ്ടെന്നും സർക്കാരിനെക്കുറിച്ച് മികച്ച അഭിപ്രായമാണുള്ളതെന്നും കള്ള പ്രചാര വേലയുടെ അടിസ്ഥാനത്തിലാണ് UDF BJP വോട്ട് തേടിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ തിരിച്ചുവരവിലുള്ള വൻ പദ്ധതിയുമായി CPM മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLAമാരും MPമാരും ഒന്നടങ്കം സമരത്തിലേക്ക് ഇറങ്ങിയും പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ച് സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി ഒരുക്കാനുള്ള പദ്ധതികളാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനൊപ്പം വിജയകുമാറും ഗൂഢാലോചന നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടുകൾ. രേഖകൾ കൃത്രിമം നടത്തിയെന്നും ബോർഡിന് നഷ്ടമുണ്ടാക്കാനായി പ്രതികൾ സഹകരിച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. അതേസമയം വിജയകുമാറിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അടുത്ത മാസം 12 വരെയാണ് റിമാൻഡ് കാലാവധി. ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ദിണ്ടിഗൽ മണിയെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്യും. കേസിൽ ഹാജരാകാൻ മണിക്ക് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം മണിയുടെ ഓഫീസിൽ SIT പരിശോധന നടത്തിയിരുന്നെങ്കിലും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെന്നും കള്ളക്കടത്തുമായി ബന്ധമില്ലെന്നുമാണ് മണി പോലീസിനോട് പ്രതികരിച്ചിരുന്നത്. എന്നാൽ അന്വേഷണ സംഘം നടപടികൾ കർശനമാക്കിയോടെ ഇന്ന് ഹാജരാകാമെന്ന് മണി സമ്മതിക്കുകയായിരുന്നു. അതേസമയം ശബരിമല സന്നിധാനത്തെ ചില സ്വർണ്ണ ഉരുപ്പടികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്ത് വെച്ച് D മണിക്ക് കൈമാറിയെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിദേശ വ്യവസായി മൊഴി നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇക്കൊല്ലം മണ്ഡലകാലത്ത് ശബരിമലയിൽ ദർശനം നടത്തിയത് 36,33,191 പേർ. കഴിഞ്ഞ കൊല്ലം മണ്ഡലകാലം പൂർത്തിയായപ്പോൾ 32,49,756 പേർ സന്നിധാനത്തെത്തിയിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 3,83,435 ഭക്തജനങ്ങളാണ് ഇക്കുറി ശബരിമലയിൽ എത്തിയത്. മണ്ഡലകാല പൂജയ്ക്കായി ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം തുറന്നു മുതൽ ഡിസംബർ 27 നട അടയ്ക്കുന്നവരെ സന്നിധാനത്ത് 36,33,190 പേർ ദർശനം നടത്തിയതായും കണക്കുകൾ. കാസർഗോഡ് ബേക്കൽ ബീച്ചിൽ ഫെസ്റ്റിൽ വേടന്റെ സംഗീത പരിപാടിക്കിടെ തിക്കും തിരക്കിൽപ്പെട്ട് കുട്ടികളുൾപ്പെടെ നിരവധി പേർക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചു. കുട്ടികളുൾപ്പെടെ നിരവധി പേർക്ക് ദഹാസ്തി ഉണ്ടായതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവരുടെ പരിക്ക് സാരമുള്ളതല്ല. അതേസമയം പരിപാടി നിർത്തിവെച്ചതിനെ തുടർന്ന് തിരികെ പോവുകയായിരുന്ന ഒരാൾ പാളം മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ ഇടിച്ച് മരിച്ചു. പൊയിനാച്ചി സ്വദേശി ശിവാനന്ദനാണ് മരിച്ചത്. ക്രിസ്മസ് ദിനത്തിലെ ആക്രമണങ്ങൾക്കെതിരെ പ്രതികരണവുമായി CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത്. ക്രൈസ്തവ മതം ഭാരതത്തിൻ്റെ കൂടിയാണെന്നും നിർബന്ധ മതപരിവർത്തനം ഇവിടെ നടന്നുവെങ്കിൽ 2.7% ക്രൈസ്തവർ ഒതുങ്ങില്ലായിരുന്നുവെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. താമരശ്ശേരി ചുരത്തിലെ ദുരിതപൂർണമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, കൽപ്പറ്റ MLA T സിദ്ദീഖ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്ന് രാപ്പകൽ സമരം. കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുന്നിൽ ഉച്ചയ്ക്ക് 2:30 മുതലാണ് പ്രതിഷേധം ആരംഭിക്കുന്നത്. ABVP ചെങ്ങന്നൂർ നഗരസമിതി പ്രസിഡന്റായിരുന്ന വിശാലിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിധി. പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 20 ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ. മാവേലിക്കര അഡീഷണൽ സെഷൻ ജഡ്ജി പൂജ PP ആണ് വിധി പറയുന്നത്. 2012 ജൂലൈ 16 വിശാൽ കൊല്ലപ്പെട്ടത്. ചെങ്ങന്നൂർ കോളേജിൽ ബിരുദ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തതിനിടെയാണ് വിശാൽ ആക്രമിക്കപ്പെട്ടത്. ദില്ലിയിലെ കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് കൃത്യമായ മറുപടി നൽകാതെ കേരള ഹൗസ് അധികൃതരുടെ ഒളിച്ചുകളി. നിയമനത്തിലൂടെ ഉണ്ടായ നേട്ടങ്ങൾ വിവരാവകാശ നിയമപ്രകാരം അറിയിക്കാനാകില്ലെന്നാണ് മറുപടി നൽകിയത്. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വിവരങ്ങൾ മറച്ചുവെക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് പരാതിപ്പെട്ടു. ബ്ലോക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് ചെയ്ത മുസ്ലിം ലീഗ് സ്വതന്ത്രൻ അംഗത്വം രാജിവെച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥി KV നഫീസയ്ക്ക് വോട്ട് രേഖപ്പെടുത്തിയ തള്ളി ഡിവിഷൻ അംഗം ജാഫറാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും രാജിവെച്ചത്. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തിയ 16-ാം വാർഡ് മെമ്പർ PN രാമേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടി വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്ത് അതീവ ഗൗരവകരമായ വീഴ്ചയാണെന്ന് വിലയിരുത്തിയാണ് നടപടി. വോട്ട് മാറി ചെയ്തത് അബദ്ധത്തിൽ സംഭവിച്ചാണെന്ന് രാമേന്ദ്രന്റെ വിശദീകരണം പാർട്ടി മുഖവിലക്കെടുത്തില്ല. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പിൽ മാറ്റിവെച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിൽ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിപ്പിച്ചപ്പോൾ മത്സരരംഗത്ത് 9 പേർ. നേരത്തെ പത്രിക നൽകിയ ഒരാൾ പത്രിക പിൻവലിച്ചിട്ടുണ്ട്. 10,000-ലേറെ വോട്ടർമാരുള്ള വാർഡിൽ ജനുവരി 12-നാണ് തെരഞ്ഞെടുപ്പ്. ജനുവരി 13-നാണ് വോട്ടെണ്ണൽ നടക്കുക. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരുടെ മിനിമം വേതനം പരിഷ്കരിക്കാനുള്ള കരട് വിജ്ഞാപനം 1 മാസത്തിൽ പുറപ്പെടുവിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഇതിനായി തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി അറിയിച്ചു. 2200-ഓളം വരുന്ന സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലായി 1.13 ലക്ഷം പേർ ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെ വേതനം പരിഷ്കരിച്ചുള്ള 2018-ലെ വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. മൈസൂരിനടുത്ത്
കുൻസരൂരിൽ കണ്ണൂർ ഇരിട്ടി സ്വദേശികളുടെ ഉടമസ്ഥയുള്ള ജുവലറിൽ വൻ കവർച്ച. തോക്ക് ചൂണ്ടി 7 കിലോ സ്വർണം കവർന്നു. കവർച്ച നടത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കവർച്ചക്കാരെക്കുറിച്ച് പോലീസിന് യാതൊരു വിവരവും ഇതുവരെയും ലഭിച്ചിട്ടില്ല. റഹീം MPക്കെതിരെ സൈബർ ആക്രമണത്തിൽ പ്രതികരണവുമായി മന്ത്രി V ശിവൻകുട്ടി. എന്തൊക്കെ തോന്നിയവസമാണ് നടക്കുന്നതെന്നും സൈബർ ആക്രമണം നടത്തുന്നവർ സ്വയം കരുതുന്നത് ലോക പണ്ഡിതർ എന്നാണെന്നും മന്ത്രി പറഞ്ഞു. റഹീം ഇംഗ്ലീഷ് അധ്യാപനം ഒന്നും അല്ലല്ലോ. റഹീമിന് അറിയാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു. സൈബർ ആക്രമണം നടത്തുന്നവർക്ക് അസൂയയും കുശുമ്പുമാണ്. കുടിയൊഴിപ്പിച്ച ആളുകളെ കാണാനാണ് റഹീം പോയത്, അല്ലാതെ ഇംഗ്ലീഷ് വ്യാകരണ പരീക്ഷ എഴുതാൻ അല്ലേ എന്നും മന്ത്രി ചോദിച്ചു. നിലമ്പൂർ വനത്തിൽ ജനറേറ്ററും മോട്ടോർ പമ്പും സെറ്റുകളുമൊക്കെ ഉപയോഗിച്ച് സ്വർണ്ണക്കന്ന നടത്തിയ സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കാൻ വനം വകുപ്പ്. പിടിയിലായ സമീപവാസികൾക്ക് പുറത്തുനിന്ന് സഹായം കിട്ടിയിട്ടുണ്ട് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വനം വകുപ്പ് അന്വേഷിക്കും. സ്വർണ്ണവില കുത്തനെ കൂടിക്കൊണ്ട സാഹചര്യത്തിൽ മണ്ണിൽ സ്വർണ്ണാംശം ഉണ്ടെന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള നിലമ്പൂർ മേഖലയിലെ വനത്തിൽ പ്രത്യേക നിരീക്ഷണം നടത്താനും വനം വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ദേശീയപാതയോട് അനാദരവ് കാട്ടുന്ന പരാതിയുമായി പത്തനംതിട്ട കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി. മലയാലപ്പുഴ ടൂറിസ്റ്റ് അമ്യൂണിറ്റി സെൻട്രൽ ദേശീയപാതയോട് അനാദരവ് കാട്ടിയെന്ന് പരാതി. കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് ദേശീയപാതകൾ സൂക്ഷിക്കാതെ കൂട്ടിയിട്ടിരിക്കുന്നു എന്നാണ് ആശയം. സംഭവത്തിൽ കോൺഗ്രസ് മലയാലപ്പുഴ പോലീസിൽ പരാതി നൽകി. മാലിന്യ കൂമ്പാരത്തിന് സമീപമാണ് ദേശീയപാത കൂട്ടിയിട്ടിരിക്കുന്നത്. അതേസമയം ആരാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമല്ല. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.